ശരി, അതിനു മുൻപ് ശ്രീ അരുൺകുമാർ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഈ വിഷയവുമായി ബന്ധമില്ലാതെ പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം. ആരുടെയൊക്കെയോ മുടി മുറിച്ചതോ വീടിന് കല്ലെറിഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ മുടി മുറിച്ചതും കല്ലെറിഞ്ഞതിലും മാത്രമായി നമ്മൾ പരിമിതപ്പെടുത്തണ്ട. ഞാൻ ഒന്ന് രണ്ട് കേസുകൾ പറയാം. അതായത് കായംകുളത്ത് വെച്ച് ഇവരുടെ ഒരു സഖാവ് കൊല്ലപ്പെട്ടു. ആ സഖാവ് കൊല്ലപ്പെട്ട കേസിനകത്ത് ഇവർ അപ്പോൾ തന്നെ പറഞ്ഞു എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ കേസിന്റെ അന്വേഷണമെല്ലാം പുരോഗമിച്ചപ്പോൾ ഇവർ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ കോൺഗ്രസിന്റെ കൗൺസിലറെ കോടതി കുറ്റവിമുക്തനാക്കുകയും മാത്രമല്ല അന്ന് ഇവരുടെ തന്നെ നേതാവായിരുന്ന CPM-ന്റെ നേതാവായിരിക്കുന്ന ജി സുധാകരൻ പറഞ്ഞതുപോലെ അത് ബ്ലേഡ് മാഫിയ നടത്തിയ കൊലപാതകമാണ് തെളിയിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. കൊല്ലത്ത് ചിതറയിൽ ഒരു 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 വൃദ്ധനായ മനുഷ്യൻ കൊല്ലപ്പെട്ടു. ഒരു പാർട്ടി സഖാവാണ്. ആ ആൾ കൊല്ലപ്പെട്ടപ്പോൾ ഉടനെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു പോയ മനുഷ്യനാണ്. അദ്ദേഹമാണ് വന്നിട്ട് പറഞ്ഞത് എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന്. പിന്നീട് ആ കൊല്ലപ്പെട്ട വൃദ്ധനായ മനുഷ്യന്റെ സഹോദരൻ തന്നെ പറഞ്ഞു ഈ വൃദ്ധനായ മനുഷ്യൻ അയാളൊരു കപ്പ കച്ചവടക്കാരനാണ്, ചീനി കച്ചവടക്കാരനാണ്, അതുമായി ബന്ധപ്പെട്ട കച്ചവട തർക്കത്തിന്റെ പേരിലാണ് അയാൾ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയാവുന്ന ഒരു കേസ് വെഞ്ഞാറമൂട്ടിൽ നടന്ന ഇരട്ട കൊലപാതകം. വെഞ്ഞാറമൂട്ടിൽ ഇരട്ട കൊലപാതകം ഉണ്ടായതിന് അന്ന് രാത്രിയിൽ തന്നെ പാതിരാ നാടകവുമായി CPM-ന്റെ ഉന്നതരായ ഒരു നേതാവ് തന്നെ ഇറങ്ങി. പിന്നീട് അദ്ദേഹത്തിന്റെ ഫോൺ കോളുമായി ചുറ്റിപ്പറ്റി ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്ന എന്താണ്? ആ അന്വേഷണം എവിടെ ചെന്നെത്തിയിരിക്കുന്നു? അതായത് ആരാണ് കൊന്നത്? ഇവർ ആരോപിച്ച ആളുകളാണോ കൊന്നത്? അല്ല, ഇവർ തന്നെ കൊന്നതാണ് എന്ന് വരുത്തി തീർക്കുന്നു. അപ്പൊ അതുകൊണ്ട് മുടി മുറിച്ചതിനെ പറ്റി പറയുമ്പോൾ തല മുറിച്ചതിനെ പറ്റിയിട്ടുള്ള ഉദാഹരണങ്ങൾ ശ്രീ അരുൺകുമാർ വിസ്മരിച്ചു പോകരുത്. പിന്നീട് ഏതെങ്കിലും കെട്ടിടം തകർത്തതിനെ പറ്റിയിട്ടുള്ള ഉദാഹരണമാണ് അങ്ങേക്ക് വേണ്ടതെങ്കിൽ കൃഷ്ണപിള്ള ആലപ്പുഴയിൽ CPM-ന്റെ തന്നെ ആദ്യകാല നേതാക്കന്മാരിലെ പ്രമുഖനായ സഖാവ് ശ്രീ കൃഷ്ണപിള്ള, ആ കൃഷ്ണപിള്ളയുടെ സ്മാരകം, ആ സ്മാരകം ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിറ്റേ ദിവസം ശ്രീ VS അച്യുതാനന്ദൻ ആ സ്മൃതി മണ്ഡപം കാണാനായിട്ട് വന്നു. VS അച്യുതാനന്ദനോട് അങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ആ വിരൽ ചൂണ്ടിയ ആള് പിന്നീട് പ്രതിയാകുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. ആ ആളെ പിന്നീട് CPM-ന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം കുറ്റവിമുക്തരാക്കുവാൻ വേണ്ടി നടത്തിയ ഒരുപാട് നാടകങ്ങളുമെല്ലാം കണ്ട നാടാണ് കേരളം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാം. ഈ വിഷയത്തിനകത്ത് കേരളം ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലങ്ങളിലൊന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും അത് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ ശശീന്ദ്രനാണ്. ഇതുപോലൊരു രാഷ്ട്രീയ അശ്ലീലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുവാനും പോകുന്നില്ല. ഇത്രയും കഴിവുകെട്ടൊരു മന്ത്രി, അയാളുടെ കാലഘട്ടത്തിൽ നിരന്തരമായി കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി സാധാരണക്കാരായ മനുഷ്യന്മാരെ ആന ചവിട്ടിക്കൊല്ലുന്നു, എറിഞ്ഞു കൊല്ലുന്നു, പുലി കടിച്ചു കൊല്ലുന്നു, അങ്ങനെ നിരന്തരമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴും ആന നാട്ടിലിറങ്ങിയതിന് ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആനയ്ക്ക് വെച്ച മയക്കുവെടി സ്വയം കൊണ്ട രീതിയിൽ മന്ദതയിൽ നടക്കുന്ന കഴിവുകെട്ടവനും നിഷ്ക്രിയനുമായൊരു മന്ത്രി, അയാളുടെ കഴിവുകേടിനപ്പുറം ഗുരുതരമായൊരു സംഭവം അയാൾ ഇന്നലെ പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അയാൾ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന? ഞാൻ വായിക്കാം. ഇന്നലെ ഉണ്ടായ സംഭവം ദാരുണവും വേദനാജനകവുമാണ്. പ്രശ്നം അറിഞ്ഞപ്പോൾ മുതൽ അത് വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും പ്രതിഷേധങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ UDF-ഉം BJP-യും ശ്രമിക്കുന്നത്. ഇപ്പോൾ വനം വകുപ്പ് ഒരിടത്തും വൈദ്യുതി ഉപയോഗിച്ചുള്ള ഫെൻസിംഗ് കെട്ടാറില്ല. നിലമ്പൂരിലെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ് കിട്ടിയ അവസരമായി ഉപയോഗപ്പെടുത്തിയതാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതെന്ന് സംശയമുണ്ട്. പ്രദേശവാസികൾ പറയുന്നത് രാവിലെ അവിടെ ഫെൻസിംഗ് ഇല്ലായിരുന്നു എന്നാണ്. വൈകിട്ടാണ് ഫെൻസിംഗ് വന്നത്. ഉടമസ്ഥന് ഫെൻസിങ്ങിനെ പറ്റി അറിയില്ല. അപ്പോൾ ഇത് ആര് ചെയ്തു, എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തായിരുന്നു ലക്ഷ്യം? ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചിന്തയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും നിലപാട്. ആ നിലപാട് തിരുത്തപ്പെടണം എന്ന് പറഞ്ഞത് കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രിയായ ശ്രീ ശശീന്ദ്രനാണ്. ആ ശശീന്ദ്രനോട് പറയുന്നു, ഇന്ന് അയാൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്താണ്? ഞാൻ അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഒരു ഗൂഢാലോചനയെ പറ്റി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഈ മന്ത്രി എന്ന് പറയുന്ന അശ്ലീലം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ മന്ത്രിയുടെ അശ്ലീല നാവിൽ നിന്ന് വന്നിരിക്കുന്ന വാചകം എന്താണ്? ഇതൊരു ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ നിഷ എന്തായിരിക്കണം ഗൂഢാലോചന? അപ്പൊ ഇയാൾ തന്നെ അതിന്റെ ദുസ്സൂചനകൾ വെക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു ഫെൻസിംഗ് രാവിലെ ഇല്ലായിരുന്നു, മുതലാളി ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല, വൈകുന്നേരമാകുമ്പോൾ പെട്ടെന്ന് ഫെൻസിംഗ് വരുന്നു. ആ ഫെൻസിങ്ങിനെ ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചുകുട്ടി കൊല്ലപ്പെടുന്നു. അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ ഈ ഫെൻസിംഗ് കൊണ്ടുവന്ന് കെട്ടിയ കൊച്ചുകുട്ടി അവിടേക്ക് എത്തി കൊലപ്പെടുത്തിയത് പ്രതിപക്ഷമാണ് എന്ന ദുസ്സൂചനയല്ലേ ഈ അശ്ലീലമായ മന്ത്രി അയാളുടെ മലിനമായ നാക്കുകൊണ്ട് മലീമസമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് അയാൾ എന്നിട്ട് പറയുന്നത് എന്താണ്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറയട്ടെ, ഈ മന്ത്രി ഇന്ന് ഈ രാഷ്ട്രീയ അശ്ലീലം ഇന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ശശീന്ദ്രൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്നോ ബുദ്ധിസ്ഥിരതയില്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ദൃശ്യമാധ്യമങ്ങളുള്ള കാലത്ത്
സമൂഹ മാധ്യമങ്ങളുടെ കാലത്ത്, ആ കാലത്ത് ഇതുപോലൊരു മന്ത്രി വന്ന് താൻ തലേദിവസം പറഞ്ഞ വാക്കുകൾ ആ വെർബാറ്റം പൊതുസമൂഹത്തിന് മുന്നിലുള്ളപ്പോ അതിനെ തള്ളി പറയുന്നത് എത്ര വലിയ രാഷ്ട്രീയ അശ്ലീലമാണ്. അവസാനിക്കുന്നില്ല. ഇന്ന് മന്ത്രി പറഞ്ഞല്ലോ, ഒറ്റ കാര്യം കൂടെ, ഇന്ന് മന്ത്രി പറഞ്ഞല്ലോ ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. ഇന്നത്തെ ദേശാഭിമാനി പറയാം. ദേശാഭിമാനി വരുന്ന ഒരു വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. മന്ത്രിയുടെ പ്രസ്താവനയായിട്ട് പറയുന്നു ഗൂഢാലോചന ഉണ്ടെന്ന് സംശയം. എന്നിട്ട് ഇയാൾ ഇളിച്ചിരിക്കുന്ന ഒരു ചിത്രം കൂടി ആ പത്രത്തിന്റെ 1-ാം പേജിൽ വെച്ചിരിക്കുന്നു. ഈ പത്രത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അന്ന് ഇവിടെ കുറച്ചു മുൻപ് ശ്രീ അരുൺകുമാറും പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. കേട്ടതാണ്. ഈ കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ, രാഷ്ട്രീയ ഗൂഢാലോചന പൊളിഞ്ഞു. അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ദേശാഭിമാനി പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്ന് എന്തടിസ്ഥാനത്തിൽ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? അയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM ബാഡ്ജ് കുത്തിക്കൊണ്ട് അവിടെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു എന്ന് നിലമ്പൂർ നിൽക്കുന്ന എനിക്ക് വിവരങ്ങളുണ്ട്. പക്ഷെ ഞാനത് ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിക്കാത്തത് എന്റെ പക്കൽ അത്തരത്തിലുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇല്ല. സമൂഹ മാധ്യമങ്ങൾ ഇത്രയേറെ സജീവമായിരിക്കുന്ന കാലഘട്ടത്ത് ഇയാളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് പറയുന്നതിന്റെ എന്ത് തെളിവാണ് ശ്രീ അരുൺകുമാറിന്റെ ഉള്ളത്? എന്ത് തെളിവാണ് ദേശാഭിമാനിക്കുള്ളത്? ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ ഈ അസത്യമായ വ്യാജ പ്രചരണങ്ങൾ അദ്ദേഹത്തിൻ്റെതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് CPM സൈബർ ഇടങ്ങളിൽ ബഹിരിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്ന പച്ചക്കള്ളങ്ങളാണ്. ശ്രീ ശശീന്ദ്രനും ഈ മാന്യ അദ്ദേഹവും ഒക്കെ വാ തുറക്കുന്നത് തന്നെ കള്ളം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഞാൻ കരുതി ശ്രീമതി നിഷ അതിൽ ഇടപെടുമെന്നാണ്. ഈ പഞ്ചായത്ത് പന്നികളെ വെടിവെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. 129 പന്നികളെ ഈ പഞ്ചായത്ത് വെടിവെച്ചിട്ടുണ്ടല്ലോ. ഇനി ഈ സംഭവം നടക്കുന്ന അതേ വാർഡിൽ 24 വെടികൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്നും അറിഞ്ഞിട്ടില്ലേ? അതോ ഈ എന്ത് കള്ളവും പറഞ്ഞൊരു ചർച്ചയ്ക്ക് വന്നിരിക്കുക എന്ന് പറയുന്ന പതിവ് ശൈലി ഇന്നും അനുവർത്തിക്കാമെന്നാണോ വിചാരിക്കുന്നത്? നമ്മുടെ മുന്നിൽ ഫാക്റ്റായി നിലനിൽക്കുന്ന കാര്യമാണ്. ഈ പഞ്ചായത്ത് 129 പന്നികളെ വെടിവെച്ചു. ഇനി മാത്രമല്ല ഇതേ വാർഡിൽ 24 തവണ വെടിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഡാറ്റയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഇത്രയേറെ മലയാളികളോട് പച്ചയ്ക്ക് കള്ളം പറയുന്നവന്മാർ ആര്? നിയമസഭ പട്ടാപ്പകൽ ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും കാണുക തല്ലിപ്പൊളിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത കള്ളന്മാർ, കാട്ടുകള്ളന്മാർ. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എന്ത് പറയാൻ കഴിയും ശ്രീമതി നിഷ? പിന്നെ അദ്ദേഹം എന്തോ പറയുന്നത് കേട്ടു, രാത്രിയിൽ തലയിൽ തോർത്തിട്ടുകൊണ്ട് ഞാൻ പോയി എന്ന്. ഞാൻ ശ്രീ PV അൻവറിന്റെ വീട്ടിൽ പോയതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഒരു തോർത്തും ഇട്ടിട്ടില്ല. അവിടെ കുറെ ആളുകൾ നിൽക്കുമ്പോൾ തന്നെയാണ് പോയത്. പിന്നെ PV അൻവറിന്റെ വീട്ടിൽ പോകുമ്പോൾ തലയിൽ തോർത്തിടണമെന്ന് നിയമമുള്ളത് അത് CPMകാർക്കായിരിക്കും. നിങ്ങൾ പോയ ശീലത്തിന്റെ പേരിലായിരിക്കും. അത് പിണറായി വിജയൻ മുൻപ് പോയിട്ടുണ്ടല്ലോ. പിണറായി വിജയനൊക്കെ പോകുമ്പോഴായിരിക്കും അവിടെ തലയിൽ തോർത്തിട്ട് കൊണ്ട് പോകുന്നത്. ഞങ്ങൾ ആരും പോകുമ്പോൾ തലയിൽ തോർത്തിട്ട് കൊണ്ടൊന്നും പോകാറില്ല. എല്ലാവരും കാണുക തന്നെ അവിടെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോഴാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. അത് വേറത്തെ വിഷയമാണല്ലോ. ഇനി ഞങ്ങളുടെ മുന്നണിയിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, ഇവർ 9 വർഷക്കാലം MLA ആയി എടുത്തു പൊക്കിക്കൊണ്ട് നടന്ന ഒരുത്തൻ, അയാളെ കാണാൻ പോകുന്ന ഇത്ര വലിയ നിന്ദ്യവും നീചവുമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇവർ തന്നെ പറഞ്ഞാൽ ഈ ആളുകൾ, ഈ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി അടക്കമുള്ള ആളുകൾ നാളെ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. പറ്റില്ലായിരിക്കും, അതെനിക്കറിയില്ല. എന്തായാലും ആ പറ്റുമ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാലും മറ്റു പാർട്ടിക്കാർ ഇത് തന്നെയല്ലേ പറയുക. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനകത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഇതിനകത്ത് ഗൗരവതരമായ വിഷയം എന്താണ്? ഗൗരവതരമായ വിഷയം എന്ന് പറയുന്നത്, ഒന്ന്, ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ നേരിടുന്നതിനകത്ത് ഈ സർക്കാർ പൂർണ്ണ പരാജയമായതിന്റെ മറ്റൊരു ഉദാഹരണമാണിത്. എന്തുകൊണ്ടാണ് ഈ വൈദ്യുതി കമ്പിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിടുന്നത്? അതായത് അവിടേക്ക് കാട്ടുമൃഗങ്ങൾ എത്തുമെന്ന് ഉറപ്പിന്മേലാണ്. ആ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് തടയുവാനായിട്ടുള്ള എന്ത് ശ്രമകരമായ ഉദ്യമമാണ് ഈ സർക്കാർ നടത്തിയിട്ടുള്ളത്. എല്ലാ ബഡ്ജറ്റിലും കേട്ടുകേൾവിയില്ലാത്ത കോടാനുകോടി രൂപ പ്രഖ്യാപിക്കാറുണ്ട്. എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് അങ്ങൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഇടയ്ക്കൊക്കെ എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് കൂടി നോക്കണം. ആ പണമൊന്നും ചെലവഴിക്കപ്പെടാറില്ല. കാട്ടാനകൾ എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്? കാട്ടാനകൾ സയന്റിഫിക് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ. കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒന്നാമത്തെ കാരണം വെള്ളം തേടിയിട്ടാണ്, കുടിക്കാനുള്ള വെള്ളം തേടിയിട്ടാണ്. ഈ കാട്ടിനകത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ റിസർവേഴ്സ്, വാട്ടർ റിസർവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വെള്ളം റീഫിൽ ചെയ്യാനുള്ള പണം പോലും നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത്? അപ്പൊ നിങ്ങളൊരു തികഞ്ഞ പരാജയമായതുകൊണ്ടാണ് ഈ കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും തൊട്ട് മുഴുവൻ ആളുകളും നാട്ടിലേക്ക് ഇറങ്ങുന്നതും ആ കാട്ടുമൃഗങ്ങളെക്കാൾ നിന്ദ്യവും നീചവുമായ വാക്കുകളുമായി നമ്മുടെ വനമന്ത്രി ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇതിനകത്ത് ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സംഭവമാണെന്ന് പറയാനായിട്ടുള്ള സാഹചര്യം എന്താ? ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംസാരിക്കാൻ തന്നെ പറഞ്ഞല്ലോ, രാത്രിയിൽ കൊണ്ടുവന്ന് ആരോ വെച്ചിട്ട് പോയതാണ്. എന്റെ പൊന്നു സുഹൃത്തെ, ഈ കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരനെ കൂടാതെ അത്യാസന്ന നിലയിൽ കഴിയുന്ന മറ്റൊരു കുട്ടി കൂടിയുണ്ട്.
ആ കുട്ടിയുടെ മാതാവ്. ഇനി ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെന്ന് വിചാരിച്ചോ? ആ കുട്ടിയുടെ മാതാവിന് എന്ത് രാഷ്ട്രീയമുള്ളത്? മകൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ ആ അമ്മ പറഞ്ഞത് എന്താണ്? ഇവിടെ ഈ സമാനമായ സാഹചര്യം, വൈദ്യുതി മോഷ്ടിച്ച് ഇത്തരത്തിൽ മൃഗങ്ങളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സമാനമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ആ പരാതിയിന്മേൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തത്? KSEBിക്ക് ആന്റി തെഫ്റ്റ് സ്ക്വാഡ് ഉണ്ടല്ലോ, ആ ആന്റി തെഫ്റ്റ് സ്ക്വാഡിന് ഈ അമ്മയടക്കമുള്ള ആളുകൾ, ആ പ്രദേശവാസികൾ പറഞ്ഞ പരാതി നിങ്ങൾ കൈമാറിയിട്ടുണ്ടോ? അതിന് പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇനി മാത്രമല്ല, അത്യാധുനിക കാലമാണ്, പുതിയ കാലഘട്ടമാണ്. പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ വൈദ്യുതി മോഷണം ഉണ്ടായാൽ ആ ലൈൻ കട്ടാകുന്ന എല്ലാ സാഹചര്യമുണ്ട്, വൈദ്യുതി ലൈൻ കട്ടാകുന്ന സാഹചര്യമുണ്ട്, ഡ്രിപ്പാകുന്ന സാഹചര്യമുണ്ട്. അതായത് ഇതിന്റെ എഫിഷ്യൻസിയിൽ ആരോ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ആ ഗൂഢാലോചനയ്ക്കകത്ത് ഇവർ പറയുകയാണ്, ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ചല്ലോ കോൺഗ്രസ്സുകാരനാണെന്ന്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇത്രയും അവൈലബിൾ ആയ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നത്? അയാൾ പിടിക്കപ്പെട്ടയാൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നതിന്റെ ഏതെങ്കിലും തെളിവ് അങ്ങേക്ക് ഇവിടെ അവതരിപ്പിക്കാനായിട്ടുണ്ടോ? പിന്നെ അങ്ങ് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചുകുട്ടി കൊല്ലപ്പെട്ടിട്ട് കിടക്കുമ്പോ ഇങ്ങനെ ഒരു മര്യാദയുമില്ലാതെ, അങ്ങയുടെ മകന്റെയോ മകളുടെയോ പ്രായമല്ലേ ഉള്ള ആ കുട്ടിക്ക്, കൊല്ലപ്പെട്ട കുട്ടിക്ക്, അങ്ങനെ കുട്ടി കൊല്ലപ്പെട്ട് കിടക്കുമ്പോ നിങ്ങളുടെ വീഴ്ചയെ മറയ്ക്കുവാൻ വേണ്ടി പച്ചയ്ക്ക് കള്ളം പറയുവാൻ ഒരു മനസ്സ് കാണിക്കുന്ന അങ്ങയുടെ ഈ നീചമായ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ശശീന്ദ്രന്റെ മനസ്സിലേക്ക് എത്താൻ ഒരുപാട് കാലമൊന്നും വേണ്ട. അതുകൊണ്ട് അങ്ങ് സ്വയം തിരുത്തുക എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് സൂചിപ്പിക്കേണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചു പോലും. ഞങ്ങൾ പിന്നെ പ്രതിഷേധിക്കേണ്ട നിഷ, ഞങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കാതിരിക്കണം? ഈ സർക്കാരിന്റെ ഓരോ വീഴ്ചകൾക്ക് താമ്രപത്രം കൊടുക്കാനിരിക്കുന്ന തങ്കവളയിടാനിരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഈ സർക്കാരിന്റെ വീഴ്ചകളെ ചോദ്യം ചെയ്യുവാനും ഈ സർക്കാരിനെ തിരുത്തുവാനും തന്നെ പ്രതിജ്ഞാബദ്ധമായി ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിപക്ഷമാണ് ഞങ്ങൾ ആ കടമയാണ് ചെയ്യുന്നത്. ശ്രീമതി നിഷ, ആ വീട്ടിലെ ആളുകൾ ഇന്ന് ഒരു കള്ളത്തിനൊന്നും അധികം ആയുസൊന്നുമില്ലല്ലോ. ആ വീട്ടിലെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർ വന്നിട്ടുണ്ട്. ഇപ്പോ ഇത്രയേറെ ആളുകൾ ഒന്നിച്ചു കൂടാനുള്ള സാഹചര്യം എന്താ? ഇവരെല്ലാവരും കൂടി ടൗണിൽ, അതായത് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം ആ ദിവസത്തെ തെരഞ്ഞെടുപ്പ് വർക്ക് കഴിഞ്ഞ് ടൗണിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ സമയത്ത് വലിയ നേതൃവലയം ഈ നിലമ്പൂരിലുണ്ടല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ആ കുടുംബത്തെ കാണാനായിട്ട് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ആളുകളെല്ലാം പോയിട്ടുണ്ടായിരുന്നല്ലോ ആ കുടുംബത്തെ കാണാനായിട്ട്. ആ പോയ ആളുകളെല്ലാം കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ട ആളെ കാണാൻ പോയിട്ടുണ്ടോ? അതല്ല എങ്കിൽ ഈ നാട്ടിൽ എത്രയേറെ മനുഷ്യന്മാരെ കാട്ടുമൃഗങ്ങൾ ചവിട്ടിക്കൂട്ടി കൊല്ലുന്നു, ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയേറെ ആളുകൾ പോയത്? കാരണം അവരെല്ലാം ഈ നിലമ്പൂരിൽ അവൈലബിൾ ആയിട്ട് നിൽക്കുകയാണ്. ആ അവൈലബിലിറ്റിയുടെ അവസ്ഥയിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ, ആ ഇഷ്യൂയിൽ ഇടപെട്ടു. ഇനി അത് വെച്ചിട്ട് ഇവരെന്ത് ബാലൻസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്? ഇനി ഇവരിങ്ങനെ പറഞ്ഞു കളയുമല്ലോ, ഈ കാട്ടിൽ നിന്നിറങ്ങുന്ന പുലിയും അതുപോലെ തന്നെ കാട്ടാനയും വരെ UDF ആണെന്ന് മാത്രമേ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ തരത്തിലുമുള്ള നീചമായ ആരോപണം ഉന്നയിച്ചു. നിങ്ങളൊരു പരാജയമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ മന്ത്രി ഉത്തരവാദിത്തം കാണിക്കണമെന്ന് പറയാത്തത്, അങ്ങനെ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് പറയാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാത്ത ഒരാളാണ് കേരളത്തിന്റെ വനമന്ത്രി. എത്ര പരാജയമാണ്! നിരന്തരമായി കേരളത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത്രയേറെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇനി സമാനമായ സംഭവം, ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച് ആളുകൾ കൊല്ലപ്പെടുന്ന ആദ്യത്തെ കേസാണോ ഇത്? ഈ വർഷം മാത്രം 24 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചോദിക്കുന്നത് ഇതിനകത്ത് കോറായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇപ്പൊ അയാള് മറ്റേ പന്നിയെ വെടിവെക്കുന്നതിൽ നിന്ന് പിന്മാറിയ പറഞ്ഞിരുന്നല്ലോ, ഒരു പച്ചക്കള്ള ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ, പന്നിയെ ആ പഞ്ചായത്ത് വെടിവെച്ചിട്ടില്ല എന്ന്. ആ വാദത്തിൽ ഇപ്പോഴും ഈ CPMന്റെ മാന്യദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഒരു ചർച്ചയിൽ വന്നിരുന്ന എത്രാമത്തെ കള്ളമാണ് അദ്ദേഹത്തിന് പൊളിഞ്ഞു പോകുന്നത്? ആ വാർഡിൽ 24 പന്നികളെ വെടിവെച്ചതുമായി ബന്ധപ്പെട്ട കണക്ക് ഞാൻ അപ്പൊ ഒരു ചർച്ചയിൽ എന്തെങ്കിലും ഒന്ന് വന്ന് പറയാൻ വേണ്ടിയിട്ട് താങ്കൾ വ്യാജ കണക്കാണ് പറഞ്ഞത്. അപ്പൊ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ 100% ഉറച്ചു നിൽക്കുന്നു. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി തെളിയിച്ചാൽ ഈ സ്പെസിഫിക് പഞ്ചായത്തിൽ പന്നികളെ വെടിവെച്ചു അല്ല, ബാക്കി അങ്ങ് പറയൂ. നിങ്ങൾ പിന്നുള്ളത് എന്റെ ജോലിയാണല്ലോ. അല്ല, വേറെ എവിടെയെങ്കിലും ഇതുപോലെ വെടിവെക്കുന്നുണ്ടാവും, പക്ഷെ പന്നികളെ വെടിവെച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അല്ല, അങ്ങ് പറയൂ. ഇനിയും അങ്ങേക്ക് തെളിവിന് എന്താണ്? എന്റെ ഡാറ്റയാണുള്ളത്. അങ്ങേക്ക് തെളിവിന് വേണ്ടി വെടികൊള്ളുന്ന ഓരോ പന്നിയും വന്ന് അങ്ങയോട് വന്ന് അറ്റൻഡൻസ് പറയണോ?
ശ്രീ അരുൺകുമാർ എന്റെ മൂട്ടി വെടികൊണ്ട് നിങ്ങളുടെ ഡേറ്റ അറിയാം. നിങ്ങളുടെ ഡേറ്റ പല ഡേറ്റകളും പരിശോധിക്കുന്നുണ്ടല്ലോ. നമുക്ക് പരിശോധിക്കാം, നമുക്ക് നോക്കാം. ഇല്ല, ഒരിക്കലും പിന്മാറുന്നില്ല, ഒരിക്കലും പിന്മാറുന്നില്ല. അങ്ങ് പറയുന്ന വാദത്തിൽ ഉറച്ചിരിക്കുന്നുണ്ടോ? അങ്ങ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിച്ചാൽ പിന്നെന്താ അങ്ങ് ചെയ്യാൻ പോകുന്നത്? പറയൂ. ഇല്ലില്ല, ഞാൻ എന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. കേരളത്തിലാകമാനം UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ കൃത്യമായി പറയുന്നു, അധികാരം പ്രയോജനപ്പെടുത്താതെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അങ്ങ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിച്ചാൽ കേരളത്തിലെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ UDF മനഃപൂർവ്വം ഉള്ള കിട്ടിയ അധികാരം നിൽക്കുന്നു. ഈ പഞ്ചായത്തിൽ പന്നികളെ വെടിവെച്ചു എന്ന് തെളിയിച്ചാൽ, ഈ പഞ്ചായത്തിൽ പന്നികളെ വെടിവെക്കുന്നു എന്ന് തെളിയിച്ചാൽ വാട്ട് വിൽ ബി യുവർ പാർട്ട്? അങ്ങ് എന്ത് ചെയ്യും? അങ്ങ് ഏറ്റവും ചുരുങ്ങിയത് ഒരു മാപ്പെങ്കിലും പറയുമോ? ഈ പ്രേക്ഷകരെ നോക്കാം. താങ്കളുടെ രേഖയാണെങ്കിൽ അത് വ്യാജരേഖയായിരിക്കും. താങ്കളുടെ രേഖയാണെങ്കിൽ വ്യാജരേഖയായിരിക്കും. പറയുമോ? കേരളത്തിലെ മുഴുവൻ UDF പഞ്ചായത്തുകളിലും പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിരിക്കുകയാണ് UDF. സംസ്ഥാന ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കൃത്യമായി ആരോപണം ഉന്നയിക്കാൻ നിലച്ചിറങ്ങിയിരിക്കുന്നു. ഇത് കൃത്യമായി ഞങ്ങൾ ചെറുക്കും. ആ ചെറുക്കും. നിങ്ങളുടെ വ്യാജ ആരോപണങ്ങളെ പൊളിച്ചെടുക്കും. അതിനെതിരെ നിങ്ങൾ എത്ര നുണപ്രചരണം നടത്തിയാലും നിങ്ങളെ പോലുള്ള മൃഗങ്ങളെക്കാൾ നിഷ്ഠൂരമായ, നികൃഷ്ടമായ, ജീർണിച്ച, അശ്ലീലമായ മനസ്സുമായി കഴിയുന്ന നിങ്ങളെ പോലെയുള്ള മനുഷ്യമൃഗങ്ങൾക്ക് നേരെയാണ് മയക്കുവെടി വെക്കേണ്ടത്. വന്ന നേതാക്കന്മാർ സൃഷ്ടിക്കുന്ന പ്രശ്നം തന്നെയാണ് മയക്കുവെടി വെക്കേണ്ടത്. നിങ്ങളെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന പുറത്തുനിന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തുന്ന വിഷപ്രചരണം മാത്രമാണ്. വിഷപ്രചരണം അല്ല. പിണറായി വിജയനെയാ കറക്റ്റാ. പിണറായി വിജയനെയാ പൊതുസമൂഹത്തിലുണ്ട്. ഇല്ല, ആരോപണത്തിനാണല്ലോ മറുപടി. ശ്രീമതി നിഷ പറയാൻ വാദം പോലും ഇല്ലാതെ പച്ചക്കള്ളം പറയുന്ന, ചർച്ച അലമ്പാക്കുന്ന ഇത്തരം ആളുകളോടൊപ്പം ദയവേത് എന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ അദ്ദേഹം സംസാരിച്ച ഒരവസരത്തിലും ഇടപെട്ട ഒരാളല്ല. ഞാൻ എന്റെ അവസരത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. ചർച്ച അലമ്പാക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചയിൽ ദയവ് ചെയ്ത് അങ്ങനെ ഇനിയും ക്ഷണിക്കരുത്. കാരണം എനിക്ക് സമയം തരുമ്പോൾ എനിക്ക് സമയം തരണം. ഇവർ ഓരോ തെരഞ്ഞെടുപ്പിൽ, പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കാൻ നേരം ഇവരൊരു നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം കടത്തിയെന്ന് പറഞ്ഞു. ഇതിപ്പോ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ MLA ആയിട്ട് 6 മാസമായി. എന്റെ പേരിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കള്ളപ്പണം എത്ര ഗുരുതരമായ കേസാണ്. ഞാൻ അന്നും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എനിക്കെതിരെ കേസ് എടുത്തിട്ട് അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഒന്ന്, ഇനി തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ മാനദ്ദേഹം അടക്കം, അദ്ദേഹത്തിന് തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന്റെ പേരായിരുന്നു ആദ്യം ചുവരെഴുത്തിലുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. ആ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ, VD സതീശനാണ് ആ ഡോക്ടറെ പറ്റിയിട്ടുള്ള അശ്ലീല വീഡിയോയ്ക്ക് പിന്നിൽ. VD സതീശനെ വരെ വിലങ്ങ് വെക്കും എന്നന്ന് CPMന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. ആ VD സതീശനെതിരായിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, വടകര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞെന്താണ്, ഒരു വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടിനെ പറ്റി പറഞ്ഞു. ഈ ഷാഫി പറമ്പിൽ മതം പറഞ്ഞു, വർഗീയത പറഞ്ഞു വോട്ട് പിടിക്കുന്നു എന്ന് പറയുന്നു. ആ ഷാഫി പറമ്പിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇന്നത്തെ ദിവസം വരെ ആ ഷാഫി പറമ്പിലെതിരായിട്ട് ഒരു FIR പോലും എടുത്തിട്ടില്ല. അങ്ങനെ അടിസ്ഥാനരഹിതമായ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും പറയുന്ന അധമ മനസ്സുകൾ, ഈ അധമ മനസ്സുകളാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ മാലിന്യ കുമാരം. ഈ മാലിന്യത്തെ ഇങ്ങനെ തൂത്തുകൂട്ടി ജനങ്ങൾ തൃക്കാക്കരയിൽ വലിച്ചെറിഞ്ഞതുപോലെ, പാലക്കാട് വലിച്ചെറിഞ്ഞതുപോലെ, വടകരയിൽ വലിച്ചെറിഞ്ഞതുപോലെ ഈ നിലമ്പൂരിന്റെ മണ്ണിലും വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശരി, നമ്മുടെ സമയം പൂർണ്ണമായി തീരുന്നു. വളരെ നന്ദി.